السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹിച്ചിട്ടുള്ള സമുദായമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ കൊണ്ടും അനുഗ്രഹീതരാണ് ഈ ഉമ്മത്ത്. അതേ സമയത്ത് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സംരക്ഷണം നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവും അവന്റെ പ്രവാചകനും കാണിച്ചു തന്ന മാർഗത്തിൽ അവർ സഞ്ചരിക്കുന്നവരാകണം. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ധിക്കരിക്കുന്ന അവസ്ഥ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണെങ്കിലും അള്ളാഹുവിന്റെ സഹായം ലഭിക്കാതെ പോകും. ഇത് വളരെ ഗൗരവത്തോടുകൂടി ഈ ഉമ്മത്ത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു ഈ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് നൂറിൽ ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. നബിയെ, നിങ്ങൾ ആളുകളോട് പറയണം, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവന്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണം. فإن تولوا فإنما عليه ما حمل وعليكم ما حملتم. ഇനി അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അവന്റെ പ്രവാചകനെ അനുസരിക്കുന്നതിൽ നിന്നും നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രവാചകന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുന്നു. പിന്നെ നിങ്ങൾ തിരിഞ്ഞുകളഞ്ഞ് നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തുകൾക്കും ഭവിഷ്യത്തുകൾക്കുമൊന്നും പ്രവാചകൻ ഉത്തരവാദിയല്ല. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങൾക്കുമേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യം എന്താണ്, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അഥവാ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. വഇൻ തുതിഉഹു തഹ്തദൂ, ആ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുക, നിങ്ങൾ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭം അതാണ്. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക, എത്തിച്ചു തരിക, ഈ ബാധ്യത മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ ചരിക്കുകയും ആ സിറാത്ത് മുസ്തഖീമിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന ബാധ്യത വിശ്വാസികളെ നിങ്ങൾക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയെ ധിക്കരിക്കുന്ന സന്ദർഭത്തിൽ വലിയ പരിക്കുകൾ ഈ സമുദായത്തിന് സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കും. അതിന് ഏറ്റവും വലിയൊരു പാഠമാണ് ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളിൽ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ ചില തിരുത്തുകൾ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ബദർ കഴിഞ്ഞതിന് ശേഷമാണ് ഉഹദ് ഉണ്ടാകുന്നത്. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായ വിജയമാണ് ഉണ്ടായത്. അതേസമയത്ത് ഉഹദിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസന്നാഹത്തിന്റെ ഒരുക്കത്തോടുകൂടി തന്നെയാണ് പ്രവാചകൻ ഉഹദിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ബദറിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുത്ത ഔസ് ഗോത്രക്കാർ വളരെ കുറവായിരുന്നു. ഖസറജുകാരാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. ഖസറജുകാരേക്കാൾ മദീന 2 ഗോത്രങ്ങളാണ് ഔസ് ഖസറജ്. ഇവരാണ് അൻസാരികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഖസറജ് ഗോത്രത്തെക്കാൾ ആയുധബലം കൊണ്ടും അതുപോലെ തന്നെ മനോധൈര്യം കൊണ്ടും മികച്ചു നിൽക്കുന്നവരായിരുന്നു ഔസുകാർ. പക്ഷെ ബദറിൽ അവരുടെ എണ്ണം കുറയാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോകുന്ന വിവരം പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ട് ഔസുകാരെ താമസ സ്ഥലം കുറച്ച് ദൂരെയായിരുന്നു മദീനയിൽ. അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കിട്ടിയ ആളെയും വെച്ച് റസൂൽ ബദറിലേക്ക് പുറപ്പെട്ടതാണ്. അതേ സമയത്ത് ഉഹദ് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തികഞ്ഞ മുന്നൊരുക്കത്തോടുകൂടി തന്നെയാണ് ഉഹദിലേക്ക് പുറപ്പെട്ടത്. 1000-ഓളം മുസ്ലിമീങ്ങൾ പ്രവാചകന്റെ കൂടെ പോന്നിരുന്നു എന്ന് പറഞ്ഞാൽ ബദറിൽ പങ്കെടുത്തതിന്റെ 3 ഇരട്ടി മുസ്ലിമീങ്ങൾ ഉഹദിലേക്ക് പോകാൻ. ഇതിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് ഉഹദ്. വിശുദ്ധ ഖുർആനിൽ ഉഹദിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂറത്ത് ആൽ ഇംറാനിലും സൂറത്ത് തൗബയിലുമൊക്കെ ഉഹദിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. വഴിയിൽ വെച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന് പറയുന്ന കപടവിശ്വാസിയുടെ നേതൃത്വത്തിൽ ഏകദേശം 300-ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. ഇവിടെയും ചില ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. മുസ്ലിമീങ്ങളെ കൂടെ കൂടിയ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ ജീവിക്കുന്ന എല്ലാവരും ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളിൽ വരെ കപടവിശ്വാസികൾ ഉണ്ടായിരുന്നു. കാരണം ബദർ യുദ്ധത്തിന് ശേഷമാണ് മദീനയിൽ കപടവിശ്വാസികൾ ഉണ്ടായത്. ബദറിൽ മുസ്ലിമീങ്ങൾ തോറ്റു തുന്നം പാടുമെന്ന് സ്വപ്നം കണ്ട് അവർ ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് ദിവാസ്വപ്നം കണ്ട ഒരുപാട് ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. അവർ വലിയ ശക്തിയായിക്കൊണ്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഇനി ഒരു നിർവാഹവുമില്ല, ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇസ്ലാമിന്റെ കുപ്പായം ധരിച്ചേ മതിയാവും എന്ന് വിചാരിച്ച് ഇസ്ലാമിന്റെ കുപ്പായിട്ട് ഒരുപാട് ആളുകൾ മദീനയിലുണ്ടായി. അവരാണ് മുനാഫിക്കുകളായ ആളുകൾ. ബദർ യുദ്ധത്തിന് ശേഷമാണ് മുനാഫിക്കുകൾ ഉണ്ടായത്. അതിൽപ്പെട്ട 300-ഓളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിൽ തിരിച്ചു പോരാൻ വിശ്വാസികളായ ആളുകൾ എന്റെ അഭിപ്രായത്തിലായി. അവരെന്ത് ചെയ്യണം? അവരോട് യുദ്ധം ചെയ്യണം, അവരാദ്യം കൊല്ലണം. അവരോട് ആദ്യം ചെയ്തിട്ട് മുശ്രിക്ക് യുദ്ധം ചെയ്താൽ മതി. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അവരെ പാട്ടിന് വിടാം. അള്ളാഹുവിന്റെ നിങ്ങൾ മുനാഫിക്കുകളുടെ വിഷയത്തിൽ നിങ്ങൾ ഭിന്നിപ്പിലാകരുത്, അവരല്ലാഹു നോക്കിക്കോളും എന്ന് പറഞ്ഞു.
മാത്രമല്ല അത് അള്ളാഹുവിന്റെ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാൻ തന്നെ അള്ളാഹ് പറഞ്ഞു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ത്വയ്യിബും ഖബീസും അള്ളാഹു വേർതിരിക്കുന്നതുവരെ. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനുള്ളിലേക്ക് കയറിയ ആളുകൾ, അവരിൽ ഈ ചില നിഫാഖുകൾ ഉണ്ടെങ്കിൽ ആ നിഫാഖുള്ള ആളുകൾ അള്ളാഹു വേർതിരിച്ചുകൊണ്ടേയിരിക്കും. ഇത് അള്ളാഹുവിന്റെ സുന്നത്ത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ യുദ്ധം തുടങ്ങി മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വലിയ വിജയമുണ്ടായി. ശത്രുക്കൾ ചിതറിയോടാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണപാഠമുള്ള കാര്യം അവിടെയാണ്. അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ജബലുർ റുമാത്ത്, ഉഹുദിൽ പോയ ആളുകൾക്കറിയാം, അതൊരു ചെറിയ മലയാണ്. ഉഹുദ് മലയുടെ മുകളിലല്ല അമ്പെയ്ത്തുകാർ നിർത്തിയ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന ഉഹുദ് മലയുടെ താഴെയുള്ള സ്ഥലം, ഒരു ചെറിയ പർവ്വതം. അഥവാ മക്കയിൽ നിന്ന് വരുന്ന വഴി ശരിക്ക് വ്യക്തമായി കാണാനും ശത്രുക്കളുടെ നീക്കം വളരെ വ്യക്തമായി മനസ്സിലാക്കാനും പറ്റിയൊരു യുദ്ധതന്ത്രമുള്ള അല്ലെങ്കിൽ യുദ്ധത്തിന് പറ്റിയൊരു സ്ഥലത്താണ് പ്രവാചകൻ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു നേതൃത്വത്തിൽ 70ഓളം ആളുകൾ നിർത്തി. എന്റെ കൽപ്പനയില്ലാതെ നിങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ ഓർഡർ ആയിരുന്നു. പക്ഷേ യുദ്ധം നടക്കുന്ന കാര്യം അവർ മലമുകളിൽ നിന്ന് അവർ കാണുന്നു. ശത്രുക്കൾ തോറ്റോടിപ്പോകുന്നത് ഈ മുസ്ലിമീങ്ങൾ കാണുന്നു. ഇനി എന്തേ ബാക്കിയുള്ളൂ? അവർ വിട്ടേച്ചു പോയ ഗനീമത്ത് സ്വത്തിനെ കൈവശപ്പെടുത്തണം, അത് ഒരുമിച്ച് കൂട്ടണം. അതുകൊണ്ട് ആളുകൾ പറഞ്ഞു, അൽ ഗനീമ അൽ ഗനീമ ഗഫറ അസ്ഹാബുക്കും ഫമാ തൻതദിറൂൻ. ഇതാ നിങ്ങളുടെ സഹോദരന്മാർ വിജയിച്ചിരിക്കുന്നു, നമ്മുടെ ആളുകൾ വിജയിച്ചിരിക്കുന്നു. ഇനി എന്താ നോക്കിക്കണം? ഇനി എന്തിനാ അവിടെ നിൽക്കണം? നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അതാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം. അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നോ? അത് ആവർത്തിച്ച് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്നും ഈ ഉമ്മത്തിനോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ചോദ്യം തന്നെയാണ്. അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് പ്രവാചകൻ എന്താ പറഞ്ഞത്? എന്റെ കൽപ്പന ലഭിക്കുന്നവരെ നിങ്ങൾ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. എന്ത് സാഹചര്യമുണ്ടെങ്കിലും ആ പ്രവാചകന്റെ കൽപ്പനയെ നിങ്ങൾ വിസ്മരിക്കുകയാണോ എന്ന് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ആളുകൾ താഴെ ഇറങ്ങിയിരുന്നു. അദ്ദേഹം മാത്രം അവിടെ അവശേഷിച്ചു. ആ സന്ദർഭത്തിലാണ് ഖാലിദ് ബിൻ വലീദ്, അദ്ദേഹം അന്ന് മുശ്രിക്കുകളുടെ ഭാഗത്തായിരുന്നു, പിന്നീട് ഇസ്ലാമിന്റെ മുസ്ലിമായിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദ് തക്കം നോക്കി മനസ്സിലാക്കുകയും മുസ്ലിമീങ്ങളെ വളരെ ശക്തമായി കൊണ്ട് തന്നെ നേരിടുകയും മുസ്ലിമീങ്ങൾ ചിതറി ഓടുകയും ചെയ്ത സന്ദർഭമുണ്ടായി. വെറും 13 ആളുകൾ മാത്രമാണ് ഉഹുദിൽ ബാക്കിയായത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1300 ആദ്യം പോയി, പിന്നീട് ഏകദേശം 700 മുസ്ലിമീങ്ങൾ ഉണ്ടായിട്ട് വെറും 13 ആളുകൾ മാത്രമേ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ബാക്കിയായുള്ളൂ. എന്താ കാരണം? അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ മറഞ്ഞോ? നിങ്ങൾ ധിക്കാരം പ്രവർത്തിക്കുകയാണോ? നിങ്ങൾ ആലോചിച്ചു, പ്രവാചകന്റെ അതൊരു ദീനിയായ ഖൗലല്ല. ഒരു യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം ഒരു ഭൗതികമായ നിർദ്ദേശം. ആ നിർദ്ദേശം ലംഘിച്ചതിന്റെ പേരിൽ ഉമ്മത്തിനുണ്ടായ പരിക്കെത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ യുദ്ധമാണ് ഈ ഉഹുദ് യുദ്ധം. സഹാബത്തിൽ നിന്ന് 70ഓളം ആളുകൾ ഷഹീദായി. ഹംസ റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ, ഹംദല റളിയല്ലാഹു അടക്കമുള്ള ആളുകൾ വെട്ടും. അതുപോലെ തന്നെ ഷഹീദായുടെ ശരീരത്തിൽ 70ഉം 80ഉം ഒക്കെ വെട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ശരീരത്തിന്റെ ഇഞ്ച് പോലും ബാക്കിയില്ലാതെ അമ്പ് കൊണ്ട ശരീരങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ പിന്നെ അവിടെ മറമാടിയത്. എത്ര വലിയ അപകടമാണ്! പ്രവാചകൻ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ വീണു. എത്രത്തോളം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന് വരെ അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ, അന്ന് അദ്ദേഹം മുസ്ലിമായിരുന്നു, ശക്തമായി കൊണ്ട് പറയുകയും മുസ്ലിമുകൾ അത് കേട്ട് ഭയചകിതരാകുകയും ചെയ്ത സന്ദർഭം. എന്താ കാരണം? അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ വാക്ക് നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞു. ഇതിനെ സംബന്ധിച്ച് ആയത്തിറക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു ഇന്നും മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഒരു ഗുണപാഠമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 185-ാമത്തെ ആയത്ത്
അല്ലാഹു പറയാണ്, ഇന്നല്ലദീന തവല്ലൂ മിൻകും യൗമൽ തഖൽ ജംആൻ, രണ്ട് സംഘങ്ങൾ കൂട്ടിമുട്ടിയാൽ, രണ്ട് സംഘങ്ങൾ പരസ്പരം പോരടിച്ചപ്പോൾ ഉഹദിൽ നിങ്ങളിൽ നിന്ന് ചില ആളുകൾ തിരിഞ്ഞോടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 13 ആളുകളല്ലാത്ത എല്ലാവരും ഓടിപ്പോയി. കാരണം പ്രവാചകൻ കൊല്ലപ്പെട്ടു, റസൂലുള്ളാഹിനെ കാണാനില്ല, പ്രവാചകൻ കുഴിയിൽ വീണ് കിടക്കുകയാണ്. എല്ലാവരും ഭയചകിതരായി തിരിഞ്ഞോടിപ്പോയി. എന്താ കാരണം? അങ്ങനെ തിരിഞ്ഞോടാൻ നിങ്ങൾക്കുള്ള കാരണം, ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബൂ, നിങ്ങൾ പ്രവർത്തിച്ച ചില തെറ്റ് കാരണം, നിങ്ങൾ പ്രവർത്തിച്ച ചില കാരണങ്ങൾ, അതുമൂലം പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞതാണ്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബിയും അതുപോലെ തന്നെ ഇമാം ഷൗക്കാനിയും മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞ കാര്യം എന്താ അറിയോ? ബിബഅദി മാ കസബൂ, ഈ അപകടം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നിങ്ങളുടെ പ്രവർത്തനമാണ്. നിങ്ങളുടെ പ്രവർത്തനം മൂലം പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു. ഏതാണ് ആ പ്രവർത്തനം? ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ബഅസിയത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തർക്കിഹിൽ മർകസ വമൈലിഹിം ഇലൽ ഗനീമ, പ്രവാചകൻ നിർത്തിയെടുത്ത് നിന്നില്ല, ചാടിപ്പോയി. ദുനിയാവിന്റെ വിഭവങ്ങൾ ആശിച്ചുപോയി. ഈ രണ്ട് തെറ്റാണ് അവർ ചെയ്തത്. അഥവാ റസൂൽ നിർത്തിയെടുത്ത് നിന്നില്ല, അപ്പുറത്തേക്ക് പോയി. പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചു അപ്പുറത്തേക്ക് പോയി. രണ്ടാമത്തെ കാര്യം, ദുനിയാവ് ആഗ്രഹിച്ചു പോയി. അവർ മനഃപൂർവ്വം ചെയ്തതല്ല, ഇതൊരു ഗുരുതരമായ വീഴ്ചയായിരുന്നു. പക്ഷേ ഇനി സഹാബത്തിന് അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. അള്ളാഹു ഉടനെ തന്നെ പറഞ്ഞു, വലഖദ് അഫല്ലാഹു അൻഹും, അള്ളാഹു അത് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ആ ബഹുദിൽ പങ്കെടുത്ത വലിയ വലിയ പ്രമുഖന്മാരായ സഹാബിമാരുണ്ട്. പക്ഷെ ഒരു നിമിഷത്തിൽ പതറിപ്പോയി, ചെതറിപ്പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുത്തു. ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. സഹോദരന്മാരെ, ഇതിൽ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കാൻ പറഞ്ഞിടത്ത് നിൽക്കാതെ അപ്പുറത്തേക്ക് പോയാൽ അപകടമാണ്. അതാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഏത് ബിദ്അത്തുണ്ടോ ഈ ദുനിയാവിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ്? ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. ലോകത്ത് ഇന്ന് ബിദ്അത്തിന്റെ കൂത്തരങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഭൗതികമായ വിഷയം മുസ്ലിമീങ്ങൾ ലംഘിച്ചപ്പോഴുണ്ടായ ഗുരുതരമായ അപകടം, അത് വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരേക്കും പരാമർശിക്കപ്പെടുന്ന രീതിയിൽ അള്ളാഹു ആയത്തിറക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഭൗതികമായ വിഷയമല്ല. നേരെ മറിച്ച് ദീനിന്റെ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞോടത്ത് റസൂൽ പറഞ്ഞു നിൽക്കാൻ താല്പര്യമുള്ള ചില ആളുകൾക്ക് അപ്പുറത്തേക്ക് ചാടാണ്. ഇത് പോരാ, അപ്പുറത്തേക്ക് ചാടാൻ. എന്താ കാരണം? ഗനീമത്ത് സ്വത്തും അതുപോലെ തന്നെ ദുനിയാവിന്റെ വിഭവങ്ങളും ആശിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും. ഇതൊരിക്കലും സഹോദരന്മാരുണ്ടാകാൻ പാടില്ല. ഈ ഒരു പരിക്ക് മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയതിനേക്കാളും ഗുരുതരമായ പരിക്കാണ്. ഓതിൽ അന്ന് മുസ്ലിമീങ്ങൾക്ക് ആ പരിക്ക് കഴിഞ്ഞു. പക്ഷേ ബിദ്അത്ത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒന്നാമത്തെ ബിദ്അത്ത് എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, ഖവാരിജിന്റെ ബിദ്അത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അഥവാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആണ് ഖവാരിജിയത്ത് ഉണ്ടാകുന്നത്. അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു അവർ. ആ ഖവാരിജികൾ ഉണ്ടാക്കി, അവരാണ് ലോകത്ത് ഒന്നാമത്തെ ബിദ്അത്തിന്റെ കക്ഷി. അവരുണ്ടാക്കിയ പരിക്ക് ഉഹുദിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പരിക്കിനേക്കാൾ മാരകമായിരുന്നു. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അവർ സഹാബത്തിനെ കാഫിറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളുടെ പേരിൽ നിലകൊള്ളുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് അറിയപ്പെടുന്ന ഏതൊക്കെ ഭീകരവാദ സംഘടനകളുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ അഖീദ ഏതാണ്? ഈ പഴച്ച കക്ഷിന്റെ അഖീദാണ്, ഖവാരിജത്തിന്റെ അഖീദാണ്. ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ യുദ്ധം ചെയ്യാം, വൻപാപങ്ങൾ ചെയ്തവന് കാഫിറാണ്, അവനെ കൊല്ലൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ കാഫിറാക്കിക്കൊണ്ടുള്ള രീതികൾ. ഈ ബിദ്അത്തിന്റെ പരിക്ക് ഇന്നും അവസാനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഉഹുദിന്റെ പരിക്ക് അന്ന് അവസാനിച്ചു. അപ്പൊ അതിനേക്കാൾ വലിയ പരിക്കാണ് ഇന്ന് സമൂഹത്തിൽ ബിദ്അത്തുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര വലിയ എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കാൻ താല്പര്യമില്ല, അപ്പുറത്തേക്ക് പോകാണ്. ഒരിക്കലും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസീതും മാ ഖാല ലക്കും റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം നിങ്ങൾ മറന്നോ?
എന്താ ബിദഅത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു? എല്ലാ ഖുതുബിലും പ്രവാചകൻ ഓർപ്പിക്കും, ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്. അതുപോലെ തന്നെ എല്ലാ ബിദ്അത്തും ദലാലത്താണ്, എല്ലാ ദലാലത്തിലും നരകത്തിലേക്കുള്ളതാണ്. പക്ഷെ ആളുകൾ വ്യാഖ്യാനിച്ച് പുതിയ പുതിയ തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരാണ്. നബിദിനാഘോഷത്തിന് എന്താ തെളിവ്? നിങ്ങൾ മൈക്കിൽ ഖുതുബ പറയുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മൈക്കിൽ ഖുതുബ ഉണ്ടോ? അല്ലെങ്കിൽ പള്ളിയിൽ AC വെച്ചിട്ടില്ലേ? കാർപ്പറ്റ് വിരിച്ചിട്ടില്ലേ? ഈ ഭൗതികമായ കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ദീനിന്റെ കാര്യത്തിൽ തെളിവാക്കുന്നത്. ഇതിന് ചോദിക്കണം, എന്താ AC വെച്ചാൽ കൂലി കിട്ടൂലേ? ഇപ്പൊ AC വെച്ച് കൂലി റസൂലുള്ളാഹിന്റെ സഹാബത്തിന് കിട്ടിയിട്ടുണ്ടോ? ശരിയാണ്, കിട്ടിയിട്ടില്ല. പക്ഷെ AC വെക്കുന്നതിന് പ്രത്യേകമായ ഷർത്ത് വെക്കുകയാണ്. 10 സ്വലാത്ത് എഴുതിയിട്ടാണ് AC വെക്കേണ്ടത്, അല്ലെങ്കിൽ സുബൈന്റെ മുമ്പാണ് AC വെക്കേണ്ടത്, ആ റബീഉൽ അവ്വൽ 12-നാണ് AC വെക്കേണ്ടത് എന്നൊരാൾ പറഞ്ഞ് AC വെച്ചാൽ ആ AC ബിദ്അത്താണ്. ആ പള്ളിയിൽ AC വെക്കാൻ പാടില്ല, കാരണം ആ AC ബിദ്അത്തിന്റെ AC-യാണ്. പക്ഷെ ഇങ്ങനെയാണോ ആളുകൾ ഭൗതികമായ ഒരു കാര്യം ഉണ്ടാക്കുന്നത്? ഇവിടെ നബിദിനാഘോഷവുമായി കൊണ്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നിബന്ധനകളാണ്? അന്ന് ഒരുപാട് സുന്നത്തുകൾ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാതിരക്ക് എണീക്കണം, കുളിക്കണം, അതുപോലെ തന്നെ അന്ന് സ്വലാത്ത് ചെല്ലണം, പിന്നെ ഇന്ന ദിക്റുകൾ ചെല്ലണം. ഇങ്ങനെ ഒരുപാട് ശരീഅത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാർ, ഇതൊക്കെ ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടാക്കിയിട്ടുള്ളത് പ്രവാചകന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടല്ലാതെ ഒരൊറ്റ ബിദ്അത്ത് ലോകത്തുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അനസീതു മാ ഖാല ലക്കും റസൂലുള്ളാഹ്, പ്രവാചകൻ പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നോ? റസൂലുള്ളാഹിനെ ധിക്കരിക്കാൻ പാടില്ല എന്ന വാക്ക് നിങ്ങൾ മറന്നോ? അത് മറന്നുകൊണ്ടല്ലാതെ ഒരു ബിദ്അത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗുരുതരമാണ് സഹോദരന്മാരെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ അപകടാവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മത്തിന് എങ്ങനെയാണ് അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ടാകുക? യഥാർത്ഥത്തിൽ ഈ ഉമ്മത്തിന് രക്ഷപ്പെടാൻ ഇനി ഒരൊറ്റ വഴിയുള്ളൂ, അള്ളാഹുലേക്കും റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം. ഉഹുദിലും അത് സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ഉഹുദിൽ നിന്ന് രണ്ടാമതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വന്നു. മുസ്ലിമീങ്ങളായ ചിതറിയോടി. പക്ഷെ പ്രവാചകൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. മുസ്ലിമീങ്ങളെ വീണ്ടും പ്രവാചകൻ വിളിച്ചു. അവിടെയുള്ള സഹാബത്ത് ഉറക്കെ വിളിച്ചു. അങ്ങനെ ആ വിളിച്ച സന്ദർഭത്തിൽ വീണ്ടും അള്ളാഹുനും പ്രവാചകനും അവർ ഉത്തരം നൽകി. അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകന് ഉത്തരം നൽകിയവർ, അവർ ഇല്ലദീന അഹ്സനൂ മിൻഹും വത്തഖൗ അജ്റുൻ അളീം, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ഇത് മാത്രമല്ല, പ്രവാചകൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഓതിയുദ്ധം കഴിഞ്ഞു, ക്ഷീണിച്ച് പരിക്ക് പറ്റി ഇരിക്കുകയാണ്, എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്, ശത്രുക്കൾ പോയിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നമ്മൾ അവരെ പിന്തുടരണം. ഉഹുദിൽ പങ്കെടുത്തവർ മാത്രം എന്റെ ഒപ്പം പോന്നാ മതി, അല്ലാത്തൊരു പോരണ്ട. ജാബിർ റളിയല്ലാഹുവിന് മാത്രം റസൂലുള്ളാഹി ഒരു ഒഴിവ് കൊടുത്തു. കാരണം ജാബിർ റളിയല്ലാഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു, അദ്ദേഹം ജാബിർ റളിയല്ലാഹുനും അബ്ദുള്ളയും രണ്ടാളും അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു പറഞ്ഞു, മോനെ ഈ വീട്ടിലിരുന്നോ, ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ നീ എനിക്ക് അനുവാദം തരാം. കാരണം കുറച്ച് പെൺകുട്ടികൾ എന്റെ മക്കൾ വീട്ടിലുണ്ട്, അവരെ നോക്കാൻ നമ്മൾ രണ്ടാളും കൂടി ഒറ്റടിക്ക് മരണപ്പെട്ടാൽ അവരെ നോക്കാൻ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹ് റളിയല്ലാഹു ബദറിൽ ഷഹീദായി, പിന്നെ ഉഹുദിൽ ഷഹീദായി. അങ്ങനെ ഉഹുദിൽ ഷഹീദായതിന് പകരമാണ് അദ്ദേഹത്തിന്റെ മകൻ ജാബിർ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അനുവാദം ചോദിച്ചു. പ്രവാചകൻ അനുവാദം കൊടുത്തു. ജാബിർ റളിയല്ലാഹുവിനില്ലാത്ത ആരും പ്രവാചകൻ കൂട്ടിയില്ല. ശത്രുവിന്റെ പിന്നാലെ പോവുകയാണ്. ഈ പരിക്ക് പറ്റിയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവാചകനെ അവർ വിളിച്ചു, വീണ്ടും യുദ്ധത്തിലേക്ക് വരൂ. അതാണ് അല്ലദീന ഇസ്തജാബു ലില്ലാഹി വറസൂലി മിൻ ബഅദി മാ അസാബഹുൽ ഖർഹ്. അപ്പോൾ അല്ലാഹുവിന്റെ വിജയം ഉണ്ടായി. ശത്രുക്കൾ പേടിച്ചോടിപ്പോയി. അബൂ സുഫിയാൻ അടക്കമുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അവർ മദീനയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മുസ്ലിമീങ്ങൾ ഇങ്ങനെ തോറ്റു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതാണ് മദീനയെ അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭം മനസ്സിലാക്കി. പക്ഷേ ഈ മുസ്ലിമീങ്ങളുടെ മനോധൈര്യത്തിന് മുമ്പിൽ അവർ പിന്നീട് മക്കയിലേക്ക് വേഗത്തിൽ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അവിടെ അള്ളാന്റെ സഹായം ഉണ്ടായി. അള്ളാഹു റസൂലും വിളിച്ചെടുത്തേക്ക് വന്നാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. അള്ളാഹു റസൂലും വിളിച്ചത് കേൾക്കാതിരുന്നാൽ മുസ്ലിം സമുദായം, അത് സഹാബത്താണെങ്കിൽ പോലും, സഹാബത്തിനേക്കാൾ വലിയ ഈമാനുള്ള ആരുമില്ലല്ലോ ഇപ്പോൾ ലോകത്ത്, അവർക്ക് പോലും അള്ളാഹുവിന്റെ സഹായം വൈകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് ഉള്ളൊരു സമൂഹത്തിൽ
അത് മുസ്ലിം സമുദായത്തിന് വലിയ അപകടമുണ്ടാക്കുമെന്ന് കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് അത്തരം ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. സമുദായത്തിന്റെ രക്ഷയ്ക്ക് അത് മാത്രമേ വഴിയുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ശാരീരികവുമായ കഴിവ് അവനുണ്ടെങ്കിൽ നിർബന്ധമായും അവൻ ചെയ്യേണ്ടതാണ്. അതിന്റെ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രായം ഒരു തടസ്സമല്ല. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് ഗവൺമെന്റ് തലത്തിൽ അപേക്ഷ കൊടുക്കേണ്ട സമയമാണിപ്പോൾ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഈ മാസം 23-ാം തീയതിയാണ് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി. അതുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം. പ്രവാചകന്റെ ഹദീസിൽ കാണാം, മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ. ആരെങ്കിലും ഹജ്ജ് കർമ്മം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ വേഗത്തിൽ ചെയ്യട്ടെ. അത് അടുത്ത കൊല്ലത്തേക്കാക്കാം, അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടാക്കാം എന്നല്ല. ഒരുപക്ഷെ അടുത്ത വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കില്ല. ഇനി ജീവിച്ചിരുന്നാൽ തന്നെ ഹജ്ജിന് പറ്റിയ ആരോഗ്യാവസ്ഥ ഉണ്ടാകുന്നറിയില്ല, നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഉണ്ടാകുന്നറിയില്ല. അതുകൊണ്ട് ഈ വർഷം കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ ഗവൺമെന്റ് തലത്തിൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് വിശ്വാസികളായ ആളുകൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാമിനെതിരെയുള്ള അജണ്ടകളും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള പ്രോപ്പഗണ്ടകളും ഒക്കെ അനുദിനമെന്നോണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാമിക പ്രമാണങ്ങളെ ജനമധ്യത്തിൽ പരിഹസിക്കുകയും അതിനെ പരിഹാസ്യമാക്കി നിർത്തുകയും ചെയ്യുന്ന മുസ്ലിം നാമധാരികൾ പോലും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പല ഇസ്ലാമിക സംഘടനകളും അതിന് പ്രോത്സാഹനവും അതുപോലെ തന്നെ വളവും നൽകിക്കൊണ്ടിരിക്കുന്ന ദാരുണമായ സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. ഒരു ഹദീസ് പോലും കളയാതെ, ഒരു സ്വഹീഹ് ഹദീസ് പോലും നിഷേധിക്കാതെ പ്രവാചകൻ പറഞ്ഞതെല്ലാം മനസ്സിൽ ആവാഹിച്ച് ആ റസൂലുള്ളാഹിന്റെ മുത്തബഈങ്ങളായി ജീവിക്കേണ്ട ഈ ഉമ്മത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ വിദഗ്ധരോട് അങ്ങനെ അങ്ങോട്ട് പോയി, വേറെ കുറച്ച് ആൾക്കാർ ഇല്ലാത്തതിനെ ഉള്ളത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ഇങ്ങോട്ടും പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കണം. ഈ അപകടത്തെ സംബന്ധിച്ച് നമ്മളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് വരുന്ന തിങ്കളാഴ്ച പരപ്പനങ്ങാടിയിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം. അതില്ലെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ആ പരിപാടിയുടെ ലിങ്കുകൾക്ക് ഷെയർ ചെയ്ത്, കാരണം പ്രവാചകന്റെ ഹദീസിന്റെ സംരക്ഷണം നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. അത് ചവിട്ടി അരക്കാനും അതിനെ പരീക്ഷിക്കാനും നമ്മൾ ഈ ഉമ്മത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത്തരക്കാർക്ക് അത് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് പ്രതിജ്ഞ എടുക്കേണ്ടവരാണ് നമ്മൾ. പ്രവാചകനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിന്റെ ഭാഗം തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളെ ജീവിതത്തിൽ പുലർത്തുക, ആ ഹദീസുകളുടെ ബഹുമാനം ഉണ്ടാകുക, ആ ഹദീസുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് നല്ലവരായ ആളുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദ് കുട്ടി മൗലവി, അതുപോലെ തന്നെ KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി, അവർ രണ്ടുപേരും വലിയ പണ്ഡിതന്മാരായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു ചൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിയാതെയും ഒന്നും പോയിട്ടില്ല മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. കടബാധിതം മൂലം രോഗം മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവർക്ക് എല്ലാ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാർ, പിഞ്ചോവന മക്കൾ, അള്ളാഹുക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കരങ്ങൾ അള്ളാഹു നിഷ്പ്രഭമാക്കി തീർക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك.